ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് എന്ന് പറയുന്നത് പോലെ ഈ മീറ്റിംഗ് വിളിച്ചത് തന്നെ മാധ്യമങ്ങൾ ഞങ്ങൾക്ക് ഈ സീസണിൽ തന്ന സപ്പോർട്ട്, പിന്തുണയെപ്പറ്റി അത് അംഗീകരിക്കാനും അതിന് നന്ദി പറയാനും കൂടിയാണ്. കാരണം ചെറിയ വീഴ്ചകളൊക്കെ ഉണ്ടായപ്പോഴൊക്കെ നിങ്ങൾ പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങൾ അപ്പോൾ തന്നെ പരിഹരിക്കാനും ശ്രമിച്ചിട്ടുണ്ട്. മാധ്യമങ്ങൾ പറയുന്ന കാര്യങ്ങൾ അപ്പോൾ തന്നെ പരിഹരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാ ഭൗതിക സൗകര്യങ്ങളൊന്നും നമുക്ക് വേണ്ടത്ര നോക്കാൻ സാധിച്ചില്ലെങ്കിലും കഴിവിൻ്റെ പരമാവധി നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ സീസണിലുണ്ടായ ഒരു മാറ്റം എന്ന് പറയുന്നത്, നമ്മൾ മകരവിളക്കിൻ്റെ സമയത്ത് മുറിക്കുള്ള ഒരു വലിയ ഇടിയുണ്ട്. അതിപ്പോൾ ഇടിക്ക് കുറവൊന്നുമില്ല, പക്ഷേ കുറേയേറെ മുറികൾ, 400ഓളം മുറികളിൽ പിന്നെ നമ്മൾ ഡോണേഴ്സിനുള്ള മുറി ഉൾപ്പെടെ 400ഓളം മുറികളാണുള്ളത്. ബാക്കിയൊക്കെ ഓഫീസേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് താമസിക്കുക. ഇതിനകത്ത് നല്ലൊരു പങ്ക് പബ്ലിക്കിന് ഒരു ശുപാർശയും ഇല്ലാതെ തന്നെ ഓൺലൈനിൽ കയറി ബുക്ക് ചെയ്യാനുള്ള സൗകര്യം ഇപ്രാവശ്യം ഉണ്ടായി എന്നുള്ളത് ഒരു വലിയ നേട്ടമായിട്ട് ഞങ്ങൾ കരുതുകയാണ്. അടുത്ത വർഷമാകുമ്പോൾ ഡോണർ മുറികളുടെ കാര്യത്തിലും എന്തെങ്കിലുമൊക്കെ അവ്യക്തതയുണ്ടെങ്കിൽ, ദുരുപയോഗമുണ്ടെങ്കിൽ അതും കൂടി പരിഹരിച്ച് മുമ്പോട്ട് പോകാൻ ഈ വിജയം ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പത്രമാധ്യമങ്ങളും പിന്നെ ഇലക്ട്രോണിക് മാധ്യമങ്ങളുമൊക്കെ ഈ മണ്ഡലകാലം വിജയിപ്പിക്കുന്നതിൽ ചെയ്ത നിസ്തുലമായ സേവനത്തിന് നന്ദി പറയാനും അത് അംഗീകരിക്കാനുമാണ് ഇന്ന് പ്രധാനമായിട്ട് കൂടിയിട്ടുള്ളത്. ഇത്രമാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളതിൽ. ബഹുമാനപ്പെട്ട അംഗങ്ങൾക്ക് ഇതിനോടൊപ്പം കൂട്ടിച്ചേർക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൂട്ടിച്ചേർക്കാം. എനിക്കിത്രേ പറയാനുള്ളൂ. പ്രസിഡന്റ് പറഞ്ഞതിനോടൊപ്പം കൂട്ടിച്ചേർക്കാൻ എനിക്കുള്ളത്, നമ്മൾ ഈ സീസണിൽ തങ്ക അങ്കി കൊണ്ടുവന്നു. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം കൃത്യമായി നടത്തി, അത് കൃത്യമായി ഇവിടെ എത്തി, അത് തിരിച്ചും പോയി. പിന്നെ ഇന്നലെ പന്തളത്ത് നിന്ന് ആരംഭിച്ച നമ്മുടെ തിരുവാഭരണം വന്നുകൊണ്ടിരിക്കുന്നു. കൃത്യസമയത്ത് തന്നെ എത്തിച്ചേരും. അപ്പോൾ അത് അങ്ങനെ മൊത്തത്തിൽ നമുക്ക് വളരെ മെച്ചപ്പെട്ട നിലയിൽ ഇപ്രാവശ്യം ഈ കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പൊതുവായ. പ്രസിഡന്റ് പറഞ്ഞ കണക്ക് അല്ലറ ചില്ലറ പ്രശ്നങ്ങളൊക്കെ കാണുമല്ലോ. ഇത്രയും ആളുകൾ വരുന്ന ഒരു കേന്ദ്രം എന്നുള്ള നിലയ്ക്ക്, ഭക്തർ വരുന്ന ഒരു കേന്ദ്രങ്ങളൊക്കെ, അതൊക്കെ ഉണ്ടെങ്കിൽ പോലും മെച്ചപ്പെട്ട നിലയിൽ നടത്തി ഭാവിയിൽ ഇതിനേക്കാൾ നല്ല നിലയിൽ എങ്ങനെ നടത്താമെന്നുള്ള ആലോചിക്കാനാണ് പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ച പോലെ 6-ാം തീയതി ഒരു അവലോകന മീറ്റിംഗ് എന്ന് പറയാം. അവലോകനവും പിന്നെ ആസൂത്രണവും, കഴിഞ്ഞ കാര്യത്തിൻ്റെ അവലോകനവും വരാനിരിക്കുന്ന കാര്യത്തിൻ്റെ ആസൂത്രണവും. അവലോകനാസൂത്രണ യോഗം പുതിയൊരു വാക്കാണ്. പറയാൻ കൂട്ടിച്ചേർക്കാറുണ്ട്. എനിക്ക് പറയാനുള്ളത്, ഈ മണ്ഡല മകരവിളക്ക് കാലഘട്ടം പരാതിരഹിതമായിട്ട് നടത്തുവാൻ കഴിഞ്ഞിട്ടുള്ളതെന്നും അതിലെല്ലാവരുടെയും സഹകരണം, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും, ദേവസ്വം ബോർഡിൻ്റെ ഉദ്യോഗസ്ഥരുടെ, ജീവനക്കാരുടെ, പോലീസിൻ്റെ, ഫയർഫോഴ്സിൻ്റെ, അതുപോലെ തന്നെ റവന്യൂ, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും സഹായം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മാധ്യമങ്ങളുടെ, നിങ്ങളുടെ ഏറ്റവും വലിയ സഹായമാണ് ഞങ്ങളുടെ ദേവസ്വം ബോർഡിൽ ഉണ്ടായിട്ടുള്ളത്. തുടർന്നും നിങ്ങളുടെ സഹായം ഉണ്ടാകണം. നാളെ കൊണ്ട് നമ്മുടെ മകരവിളക്ക് കൂടി 20-ാം തീയതി നമ്മുടെ നട അടയ്ക്കുന്നതാണ്. ഭംഗിയായി ഈ കാലഘട്ടം കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരുടെയും സഹായമാണ്. അത് നിങ്ങളുടെ എല്ലാ സഹായത്തിനും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്ത സീസണിലേക്കുള്ള കാര്യങ്ങൾ മുൻകൂട്ടി തന്നെ 6-ാം തീയതി തന്നെ അതിൻ്റെ അവലോകന യോഗം നടത്തി അത് പിന്നെ ഈ പ്രാവശ്യത്തുണ്ടായ പോരായ്മകൾ പരിഹരിക്കുന്നതിന് തുടർന്ന് ഭംഗിയായി കൊണ്ടുപോകാൻ ശ്രമിക്കും. ഇത് മാത്രമല്ല, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഒരു വലിയ സഹായമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ദേവസ്വം മന്ത്രി പലവട്ടം കേന്ദ്രീകരിച്ച് അവലോകന യോഗങ്ങൾ പമ്പയിലും ശബരിമലയിലും നടത്തി വേണ്ട നിർദ്ദേശങ്ങൾ ദേവസ്വം ബോർഡിന് നൽകിയതിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടുകൂടി ഭംഗിയായി ഈ സീസൺ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുള്ളതാണ് എനിക്ക് പറയാം. ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. ഇതിനോടൊപ്പം നമ്മൾ മുമ്പോട്ട് നോക്കുകയാണല്ലോ. ഈ ദേവസ്വം ബോർഡ് ചാർജ് എടുക്കുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിലും ഒക്കെയാണ്, ഒരു ചരിത്ര സന്ദർഭത്തിലാണ്. അപ്പോൾ ഈ ബോർഡിൽ നിന്ന് ഭക്തരും കേരളവും ചിലതൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ആ പ്രതീക്ഷയ്ക്കനുസരിച്ച് ചില കാര്യങ്ങൾ ചെയ്യാനും ചില ശുദ്ധീകരണങ്ങൾ ചെയ്യാനും ഒക്കെ ഞങ്ങൾക്കൊരു ബാധ്യതയുണ്ട് എന്നുള്ളത് ഈ ബോർഡ് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ചില കാര്യങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ ആസൂത്രണ യോഗമൊക്കെ ഇത്ര നേരത്തെ കൂടുന്നത്. എന്നാൽ 2-3 കാര്യങ്ങൾ കൂടി അതിനോട് കൂട്ടിച്ചേർത്ത് ഈ ബോർഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, തീരുമാനങ്ങൾ എടുത്തുവെന്ന് ചോദിച്ചാൽ അതിൻ്റെ പല ഘട്ടങ്ങളിൽ ഇരിക്കുന്നേ പക്ഷേ എടുക്കാൻ ഞങ്ങൾ അതിനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ഉദാഹരണത്തിന് ഒന്ന്, ഈ സ്പോൺസർഷിപ്പ് എന്നുള്ളത് ഒരുപാട് ആരോപണത്തിന് വിധേയമായിട്ടുള്ളതും തെറ്റിദ്ധാരണയ്ക്ക് വിധേയമായിട്ടുള്ളതും ഒന്നാണ്. സ്പോൺസർഷിപ്പ് സ്വീകരിക്കുന്നത് മറ്റ് ദേവസ്വങ്ങളൊക്കെ, ഇപ്പോൾ തിരുപ്പതി ദേവസ്വമായാലും ഗുരുവായൂർ ദേവസ്വമായാലും ഒക്കെ തന്നെ അവർക്ക് എന്തെങ്കിലും ആവശ്യമുള്ള കാര്യത്തിന് സ്പോൺസറെ കണ്ടെത്തുക എന്നുള്ളതല്ലാതെ
സ്പോൺസർക്ക് ഒരു ഐഡിയ തോന്നി അത് നമുക്ക് കൊണ്ടുതന്ന സ്പോൺസർഷിപ്പുമായിട്ട് വരിക എന്നുള്ള ഒരു നയം മേലാൽ ശബരിമലയിൽ ആവശ്യമില്ല. അയ്യപ്പന് എല്ലാ സാഹചര്യവും ഉണ്ട്. ഇവിടെ എന്തെങ്കിലും വേണമെന്ന് ബോർഡിന് തോന്നുകയാണ് എങ്കിൽ ഇതൊക്കെ സ്പോൺസർഷിപ്പിന് അവൈലബിൾ ആണ് എന്ന് അങ്ങോട്ട് നമ്മൾ ആവശ്യപ്പെട്ട് സ്പോൺസേഴ്സ് വരികയും സുതാര്യമായിട്ട് ആ സ്പോൺസർഷിപ്പ് സ്വീകരിക്കാനുള്ള നടപടികൾ ഉണ്ടാവുകയും ചെയ്യത്തക്ക രീതിയിൽ സ്പോൺസർഷിപ്പ് ഗൈഡ് ലൈൻസ് ഞങ്ങൾ നവീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബോർഡ് അംഗീകരിച്ചിട്ടൊന്നുമില്ല, നവീകരിക്കാമെന്ന് തീരുമാനിച്ചിട്ടേ ഉള്ളൂ. അതിൻ്റെ നടപടികളുമായിട്ട് മുമ്പോട്ട് പോകും. അതിനൊരു കമ്മിറ്റി വെച്ചിട്ടുണ്ട്. ഇടനിലക്കാരില്ലാതെ ഡയറക്റ്റായിട്ട് ഈ വരുന്ന സ്പോൺസർക്ക് ബാങ്ക് ബാലൻസ് ഉണ്ടോ, അയാൾക്ക് ആനുവൽ ബാലൻസ് ഷീറ്റ് ഉണ്ടോ, പിന്നെ അയാൾ ഇൻകം ടാക്സ് കൊടുത്തിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ടിട്ട് മാത്രമേ അയ്യപ്പന് വേണ്ടി സ്പോൺസർഷിപ്പ് സ്വീകരിക്കുന്നുള്ളൂ. അല്ലാതെ ഞാനൊരു സ്പോൺസറാണ്, നിങ്ങളുടെ സ്പോൺസർഷിപ്പിൻ്റെ കത്ത് തന്നാൽ മതി, ബാക്കി കാര്യം ഞാൻ ഏറ്റു എന്ന് പറയുന്ന സ്പോൺസർമാരെ ഇനി ശബരിമലയിലോട്ട് പ്രവേശിപ്പിക്കാൻ ഈ ബോർഡ് ഉദ്ദേശിച്ചിട്ടില്ല. അതിനുവേണ്ടി കൃത്യമായ ഗൈഡ് ലൈൻസ് ഞങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. അത് തയ്യാറാവുന്ന മുറയ്ക്ക് തീർച്ചയായിട്ടും നമ്മൾ മാധ്യമങ്ങളോട് പറയും. ഇനി ഇവിടെ ഏതായാലും ഇത്തരത്തിലുള്ള സ്പോൺസേഴ്സ് ഇവിടെ വിളയാടുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടാവുകയില്ല.